ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഒരു കൂന്തൽ കൊണ്ട് ഒരു കറി ഉണ്ടാക്കേ. അതിന് വേണ്ടിയിട്ട് തന്നെ 1 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് 1/4 കിലോളം വരും. അതെടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്കതിന് കറി വെക്കാനായിട്ട് തുടങ്ങേ. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓണാക്കി ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മൾ ചട്ടി ചൂടായേ, ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. എണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായി. ഈ എണ്ണ ചൂടായതിലോട്ട് 1 ടീസ്പൂൺ പെരുംജീരകം ചതച്ചത് അതിട്ട് കൊടുത്ത് ഇതിലോട്ട് ഒരു 3 തണ്ട് കറിവേപ്പില അതും ഇട്ട് കൊടുത്ത് അജയ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിലോട്ട് 3 ഇടത്തരം സവാള ഗ്രേറ്റ് ചെയ്തതേ അതിട്ട് കൊടുത്ത് ഈ സവാള നല്ല വഴന്ന് വരണേ. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. നമ്മുടെ ഈ പാതി വഴന്നു വന്ന സവാളയിലോട്ട് ഒരു 8 അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത്, പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി അതും ഗ്രേറ്റ് ചെയ്ത് അത് ഇട്ട് കൊടുത്തേ. ഇതൊന്നും എൻ്റെ പച്ചമണമൊക്കെ മാറി, പച്ചമണം എല്ലാം മാറി നല്ലതായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഇത് കുട്ടി സ്പൂണേ, ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. ഇതിലോട്ട് 2 തക്കാളി ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കട്ടെ അത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നോട്ടെ. നമ്മൾ തക്കാളിയും സവാളയും എല്ലാം നല്ല വഴന്നേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന കൂന്തൽ കണവ എന്നൊക്കെ പറയും, അതിട്ട് കൊടുക്കേ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട്
കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഇതിനാവശ്യമുള്ള ഉപ്പ്. ഇതിനകത്തൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. എന്നിട്ട് തീ ഒന്ന് മീഡിയത്തിലാക്കാം. ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ നടന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മളെ കറി നോക്കേ. മീഡിയത്തിലാണ് ഇട്ട് കൊടുത്തിരുന്നത്, തീരെ കുറച്ചല്ല തീ ഇട്ട് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണേ, അല്ലെങ്കിൽ ചട്ടിയിൽ പിടിക്കാൻ ചാൻസ് ഒരുപാടാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല, നേരത്തെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയില്ലേ ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് ഞാൻ കുരുമുളക് പൊടിയാണ്, മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലേ. വീണ്ടും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. നല്ല മണം. ഇനി ഇതിലോട്ട് 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാലേ. ഇനി ഇതിലോട്ട് ഒരു 5 പച്ചമുളക്, 2ആയിട്ട് പിളർന്ന 5 പച്ചമുളക്. വീണ്ടും ഒരു 3 തണ്ട് കറിവേപ്പില. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗ്യാസ് ഓഫാക്കാം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ കറി നോക്കിയാലോ. 3-4 മിനിറ്റ് കഴിഞ്ഞു. നല്ല മണം വരുന്നുണ്ട്. ഓക്കെ, നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഓക്കെ. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഓ, എന്ത് ടേസ്റ്റാ! ആ നാവിനകത്ത് ആ തേങ്ങാപ്പാലും കുരുമുളക് പൊടിയുടെയൊക്കെ നല്ല ടേസ്റ്റ്. ഉപ്പ് കുറവാണേ. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയും പൊക്കോളും. ഓക്കെ, നല്ല ടേസ്റ്റുള്ളൊരു കൂന്തൽ കറിയാണ്. ക്രീമി ആയിട്ടുള്ളൊരു കൂന്തൽ കറിയാണ്. ഏവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.
അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.